വാഹനം ഓടിക്കുന്നവരെ ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്ന കാര്യമാണ് ടയർ പഞ്ചറാവുക എന്നുള്ളത്. അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോഴായിരിക്കും ടയർ പഞ്ചറാകുന്നതും അങ്ങനെ ആ കാര്യം നടക്കാതെ പോകുന്നതും. എന്നാൽ നമ്മൾ ഓടിക്കുന്ന വാഹനം ആജീവനാന്തം ടയർ പഞ്ചറാകാതിരിക്കുക എന്നുള്ളത് എത്ര രസകരമായ കാര്യമായിരിക്കും. ഇത്രയും കാലം നമുക്ക് ആലോചിക്കാൻ പറ്റാതിരുന്നൊരു കാര്യമാണത്. എന്നാൽ ഇപ്പോൾ ടയർ പഞ്ചറാകാതിരിക്കാനുള്ള ഒരു ഫ്ലൂയിഡ് ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വിപണിയിലെത്തിയിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ആ ഫ്ലൂയിഡ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനമായ അൾട്രാസീലിൻ്റെ ഏഷ്യ പസഫിക് ഡീലർ പ്രിൻസിപ്പളായ ഫാങ്കോ ആലപ്പാട്ടാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയും ഈ പ്രൊഡക്റ്റ് എങ്ങനെ ടയറിനെ പഞ്ചറാകാതെ കാക്കുന്നു എന്നും മറ്റും ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ഹലോ. ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ആദ്യമാണോ, അഥവാ ഈ ഒരു ഇങ്ങനെ പഞ്ചറാകാത്ത ടയറുകൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമാണോ? പല പ്രോഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ. അൾട്രാസീൽ ആദ്യം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ 1 year ആയിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേറ്റൻ്റ് ഉണ്ട്. നമ്പർ 1 ഇത് നാസ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് വേൾഡ് വൈഡ് റെക്കഗ്നൈസേഷൻ TUVൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഓടുന്ന വാഹനങ്ങൾ അധികവും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വരുമ്പോൾ എല്ലാം ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഇത് ട്യൂബ് ഉള്ള ടയേഴ്സിനും പറ്റുമോ അതോ ട്യൂബ്ലെസ്സിന് മാത്രമേ പറ്റും? രണ്ടിനും നടക്കും സാർ, രണ്ടിനും നടക്കും. ആക്ച്വലി ട്യൂബ്ലെസ് ടയറിനാണ് കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത് ഈ പ്രോഡക്റ്റിൽ. ബിക്കോസ് ട്യൂബ് ഉണ്ടെങ്കിൽ ടയറിൽ സ്ക്വാമിങ് എപ്പോഴും ഉണ്ട്, ഒരിക്കലും ഒരു പൊസിഷനിൽ ഒരു ട്യൂബ് ഇരിക്കില്ല. സോ ഫോർ പ്രോഡക്റ്റ് വർക്ക് അറ്റ് ഇറ്റ്സ് പീക്ക് ഇറ്റ്സ് ബെറ്റർ ഓൺ എ ട്യൂബ്ലെസ് ടയർ. ബട്ട് രണ്ടിലും നടക്കും. അപ്പോൾ ഇത് ഒരു കാറിൽ ഇപ്പോൾ കാറിൻ്റെ ടയറിൽ നിറച്ച് കഴിഞ്ഞാൽ എത്ര വരെ നിങ്ങൾ ഇതിനൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി കൊടുക്കും? അബ്സല്യൂട്ട്ലി. അതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അൾട്രാസീൽ ടയർസിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്രോഡക്ട്സിൻ്റെ പോലെ ടയർ ലൈഫില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പാനില്ല. ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഫോർ ദ ലൈഫ് ഓഫ് ദ ടയറിനാണ്. അൾട്രാസീൽ എങ്ങനെയാണ് ടയറിൽ നിറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ ടയർ സീലിൻ്റെ നിറയ്ക്കാൻ വേണ്ടി ഈ ടയറിൻ്റെ വാൽവ് ട്യൂബിൻ്റെ കോർ അഴിച്ചിട്ട് മാത്രമേ, അതായത് കാറ്റ് ഡീപ്ലൈറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ജെല്ല് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അൾട്രാസീലിൻ്റെ ഈ ഒരു പമ്പിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ആസിറ്റീസ് കാർ കിടക്കുകയാണെങ്കിൽ ഈ ഒരു വാൽവ് കോർ റിമൂവർ വെച്ച് തന്നെ അതിനകത്തെ കോർ അഴിച്ച് മാറ്റി ആ സെയിം ടൈം ഇഞ്ചെക്ട് ചെയ്യാം. ഒരു 4 ടയർ നിറയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ 4 ടയർ നിറയ്ക്കാനുള്ള സംവിധാനമാണ് ഇത്. വാൽവ് കോർ റിമൂവർ ഫിറ്റ് ചെയ്തതിന് ശേഷം ടയറിനകത്ത് അല്ലെങ്കിൽ ട്യൂബിനകത്ത് വാൽവ് കോർ ഊരാതെ തന്നെ ഇത് ഇഞ്ചെക്ട് ചെയ്ത് ഇത് പ്രസ് ചെയ്തിട്ട് ഈ ബട്ടണിൽ പിടിച്ച് നമ്മൾ വാൽവ് കോർ റിമൂവർ ഊരുകയാണ്. അപ്പോൾ ഈ കാറ്റ്, ഇതിനകത്ത് കിടക്കുന്ന കാറ്റ് ഇതിനകത്തൊന്ന് സ്റ്റക്കാവും. ഇപ്പോൾ ഈ ടയറിനാണെങ്കിൽ ഇത് 15 ഇഞ്ച് പ്രൊഫൈലാണ്. ഇതിന് ഏകദേശം 380 മില്ലി ജെല്ലാണ് ഒരു ടയറിന് വേണ്ടത്, ഒരു ടയറിന്. അപ്പോൾ ഈ 380 മില്ലി ഈ പമ്പിൽ നമ്മൾ വലിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്രയും മില്ലി ഈ ടയറിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഓരോ ഔൺസാണ്, ഇതിന് ഔൺസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓരോ എത്ര ഔൺസ് വേണോ അത് എടുത്തിട്ട് നേരെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ടയറിനകത്ത്. ഇപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ട്യൂബ് വഴി ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനകത്തൊരു ഒരു ടയറിന് ഏകദേശം ഒരു 1-2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ആണി ഇതിൽ തറയ്ക്കാന്നിരിക്കട്ടെ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അതായത് പഞ്ചറാകാതെ ടയറിനെ എങ്ങനെയാണ് ഇത് കാത്തു സൂക്ഷിക്കുന്നത്? ഈ ജെല്ലിനകത്ത് കുറേ റബ്ബർ ഗ്രാനുലേറ്റ്സ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ആണി ഒരു ടയറിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് കയറിയാൽ ഓട്ടോമാറ്റിക്കലി ഈ ജെല്ല് അകത്ത് കിടക്കുന്ന, ഇത് ശരിക്കും ജെല്ല്, ഇത് കോട്ട് ചെയ്താണ് കിടക്കുന്നത്, പേസ്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഇതൊരിക്കലും ലിക്വിഡ് സ്റ്റേജിലല്ല, ഇത് ജെല്ലാണ്. അതുകൊണ്ട് തന്നെ ബാലൻസിങ് ഇഷ്യൂ വരുന്നില്ല. സോ വൺസ് ഒരു ആണി അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആണി തെറിച്ച് കഴിയുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോൾ വരുന്നതിന് ഈ ജെല്ല് ഈ ഹോളിലോട്ട് കയറി പെർമനൻ്റ് ആയിട്ട് സീൽ ചെയ്യാണ്. എയർ ടു എയർ കോൺടാക്ട് വരുമ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് സീൽ ചെയ്യാണ്. വീണ്ടും നമ്മൾ വേണമെങ്കിൽ അവിടെ തന്നെ ഒരു ആണി അടിച്ച് നോക്കിയാലും വലിച്ചു ഊരാലും വീണ്ടും അത് സീലാവും. അപ്പോൾ ഒരിക്കലും ടയർ പഞ്ചറാകാതെ കാക്കുന്ന അൾട്രാസീലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിറയ്ക്കാൻ വളരെ എളുപ്പമാണ്. 10 മിനിറ്റ് കൊണ്ട് 4 ടയർസ് നിറയ്ക്കാൻ സാധിക്കും. അതുപോലെ ടയർ പൊട്ടിത്തെറിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ടയറിൻ്റെ ലൈഫ് കൂട്ടുന്നു. വിലയും വളരെ കുറവ്. ഇത്തരം പല കാര്യങ്ങളാണ് അൾട്രാസീൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക്. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ശ്രീജിത്താണ്, ചങ്ങനാശ്ശേരിയിൽ നിന്നും. ചോദ്യം ഇതാണ്: റെനോ ഡസ്റ്ററിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ഇത് 5 സീറ്ററോ അതോ 8 സീറ്ററോ? ചങ്ങനാശ്ശേരിയിൽ ഈ വാഹനത്തിന് ഷോറൂം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ശ്രീജിത്ത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് റെനോ ഡസ്റ്റർ ആയിരുന്നു. അതൊരു 5 സീറ്റർ SUV ആണ്. അതായത് പിന്നിലേക്ക് 3ാം നിര സീറ്റ് ഇല്ല. സാധാരണ നമ്മുടെ നാട്ടിലുള്ള SUVകളും MUVകളും എല്ലാം 3 നിര സീറ്റ് ഉള്ളവയാണ്. എന്നാൽ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 2 നിര സീറ്റേ ഉള്ളൂ. 5 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന ഒരു SUV ആണ്. മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഏതായാലും എഞ്ചിനെ പറ്റിയൊക്കെ എങ്കിലും ഒന്ന് പറയാം. അതായത് 1.5 ലിറ്റർ
ഡീസൽ എഞ്ചിനാണ് ആ വാഹനത്തിലുള്ളത്. വളരെ മികച്ചൊരു ഡീസൽ എഞ്ചിനാണ്. അത് 85 BSP ഉള്ള ഒരു വേരിയൻറ്റും ഉണ്ട്, അതുപോലെ 110 BSP ഉള്ള വേരിയൻറ്റും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് 85 BSP ഉള്ള വേരിയൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ വീഡിയോയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യവുമാണ്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഷോറൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പല ഭാഗങ്ങളിലേക്കും ഡസ്റ്ററിൻ്റെ ഷോറൂം എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഷോറൂമുകളില്ല, എങ്കിലും ഉടനടി തന്നെ കേരളം മുഴുവൻ ഷോറൂം എത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും മികച്ച ഒരു കോമ്പാക്റ്റ് SUV ആണ് റെനോ ഡസ്റ്റർ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശ്രീരാജാണ്. സ്ഥലം ശ്രീരാജും എഴുതിയിട്ടില്ല. എനിക്കൊരു കോമ്പാക്റ്റ് SUV വേണം, 10 ലക്ഷം രൂപയിൽ താഴെയാണ് ബജറ്റ്. പ്രീമിയർ റിയോയെ പറ്റി എന്താണ് അഭിപ്രായം? റിയോയുടെ പുതിയ GLXൻ്റെ ഡ്രൈവ് സ്മാർട്ട് ഡ്രൈവ് ഷോയിൽ കൊടുക്കാമോ? റൈഡ് ക്വാളിറ്റി, മൈലേജ്, കംഫർട്ട്, ക്വാളിറ്റി, ഇൻറ്റീരിയർ, പ്ലാസ്റ്റിക് എന്നിവ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പലരും ഇപ്പോഴായിരിക്കും ഈ ഒരു വാഹനത്തിനെ പറ്റി കേൾക്കുന്നത് തന്നെ. കാരണം അങ്ങനെ വ്യാപകമായി വിറ്റിരിക്കുന്ന ഒരു വാഹനമൊന്നുമല്ല പ്രീമിയറിൻ്റെ റിയോ. പ്രീമിയർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കമ്പനി തന്നെയാണ്. പഴയ പ്രീമിയർ പൽപ്പിനി നിർമ്മിച്ചിരുന്ന കമ്പനി വർഷങ്ങളോളം നീണ്ട മൗനത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നത് ഈ പുതിയ വാഹനവുമായിട്ടാണ് റിയോ എന്ന് പറയുന്നത് ദൈഹാറ്റ്സു എന്ന് പറയുന്ന കമ്പനിയുടെ ടെരിയോസ് എന്ന് പറയുന്ന മോഡലാണ്. അത് ചൈനയിലെ ഒരു കമ്പനി വാങ്ങിച്ചു, സോയിത്തെ എന്ന് പറയുന്ന കമ്പനി വാങ്ങിക്കുകയും സോയിത്തെ അതിപ്പോൾ പല രാജ്യങ്ങളിലേക്കും കൊടുക്കുകയും അതിൻ്റെ ഡൈ കൊടുക്കുകയും അങ്ങനെ ഇന്ത്യയിൽ അത് പ്രീമിയർ വാങ്ങിച്ച് ഈ ഒരു പേരിൽ റിയോ എന്നുള്ള പേരിൽ വിൽക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ധാരാളം വാഹനങ്ങൾ വിറ്റിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വാഹനം അത്ര ഒരു മികച്ച വാഹനമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. തന്നെയുമല്ല പ്രീമിയറിൻ്റെയൊക്കെ ഡീലർഷിപ്പുകൾ വളരെ കുറവാണെന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിലാകെ ഒരു ഡീലർഷിപ്പ് മാത്രമാണ് പ്രീമിയറിന് ഇപ്പോഴുള്ളത്. എങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ഈ റിയോയുടെ കാര്യത്തിൽ വലിയൊരു ഫേസ് ലിഫ്റ്റ് നടന്നിട്ടുണ്ട്. കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ട് റിയോ. അല്ലെങ്കിൽ തന്നെ കാണാൻ ഭംഗിയുള്ള ഒരു മോഡലാണ് റിയോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശ്രീരാജിനെ പോലുള്ളവർ അതിനെ ശ്രദ്ധിക്കുന്നതും. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മോഡലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പുതിയ ഹെഡ് ലാമ്പ്, പുതിയ ഡോറുകൾ, പുതിയ ഗ്രില്ല്, അങ്ങനെ പല പല മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു രൂപത്തിലേക്ക് റിയോ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ GLX എന്ന് പറയുന്ന മോഡൽ പെട്രോൾ എഞ്ചിൻ മോഡലാണ്. പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്നത് 4 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് 75.5 BSP എഞ്ചിനാണ്. എന്നാൽ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന പുതിയ റിയോയുടെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. അതായത് ഫിയറ്റ് കൊടുക്കുന്ന എഞ്ചിൻ. അതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ പല വാഹനങ്ങളിലും, അതായത് ടാറ്റയുടെ മൻസയിലും അതുപോലെ സ്വിഫ്റ്റ് ഡിസയറിലും മറ്റുമുള്ള എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിയോയുടെ ഏറ്റവും പുതിയ ഡീസൽ എഞ്ചിൻ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും വളരെയധികം വിറ്റുപോയിട്ടുള്ളതൊരു മോഡലായതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിച്ചോളൂ എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം സർവീസിൻ്റെ കാര്യത്തിലും അതുപോലെ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാകാം. തന്നെയുമല്ല ആദ്യകാലത്ത് ഇറങ്ങിയ റിയോകൾ അത്ര മികച്ച ക്വാളിറ്റി പുലർത്തിയിരുന്നുമില്ല. കാരണം ബോഡി പാനലുകളും മറ്റും അത്ര മികച്ചതായിരുന്നില്ല. എങ്കിലും ഏറ്റവും പുതിയ മോഡൽ ഞാൻ ഓടിച്ചിട്ടില്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണഗണങ്ങളെപ്പറ്റി പറയാൻ സാധിക്കില്ല. എങ്കിലും വാഹനത്തെപ്പറ്റിയുള്ള ഒരു രൂപം എന്ന് പറയുന്നത് ഇതാണ്. തീർച്ചയായും നമുക്ക് സ്മാർട്ട് ഡ്രൈവ് ഷോയിൽ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കാം. അതുവരെ ഒന്ന് ശ്രീരാജ് കാത്തിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.